കുട്ടീസ്, ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. എന്റെ മോൾക്ക് റെയിൻബോ കളർ ഡേ സെലിബ്രേഷന് എന്തേലും ക്രാഫ്റ്റ് വർക്ക് ഉണ്ടാക്കി കൊടുക്കണോന്ന്. KG പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് പോകാൻ അറിയൂ? ഇല്ല. അപ്പൊ പിന്നെ അത് ആർക്കുള്ള പരിപാടിയാ? പേരൻസിനുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യാന്ന്. ഈ കുപ്പിയിലാണ് ഈ പശ ചാടുന്നില്ലല്ലോ, കമത്താമെന്ന. ഓക്കെ, എന്നിട്ട് നമുക്കിനി എല്ലായിടത്തും അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, KGയിലെ ഒരു കുട്ടിക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യേണ്ടി വന്ന അത് പേരൻസിനുള്ള വർക്കാണ്. അപ്പൊ എന്നാ പിന്നെ ഞാൻ അതങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പൊ നോക്കിക്കോളൂ, ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതില് പശ തേച്ചു. അതിനുശേഷം ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് അതിന്റെ മുകളിൽ അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. നമുക്കൊരു വൈറ്റ് കളർ ബേസ് ആണ് വേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ റെയിൻബോ കളർ ഡേ എന്ന് പറയുമ്പോൾ വിബ്ജിയോർ അല്ലെ, 7 കളേഴ്സ് ഉണ്ട്. നമുക്ക് ഏത് കളർ എടുക്കണം? റെഡ്, ഗ്രീൻ, വയലറ്റ്, ബ്ലൂ, പിന്നെ ഓറഞ്ച്, യെല്ലോ. ഇതെല്ലാം നമ്മുടെ റെയിൻബോയിലുള്ള കളേഴ്സ് ആട്ടോ. നമ്മൾ ആദ്യം ഓറഞ്ച് കളർ തന്നെ എടുത്തു. നമുക്ക് ഇത്രയും ലെങ്തി ആയിട്ടുള്ള പേപ്പറിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്കൊരു ചെറിയ പീസ് മതി. അത് കാരണം നമുക്ക് ഇതിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് അത്രയും വേണ്ട നമുക്ക്. ഇനിയും നമുക്ക് ഒന്നും കൂടി കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പൊ ഇത്രയുള്ള പീസ് മതി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കാര്യത്തിന്. എന്നിട്ട് നമ്മൾ ഇതിനെ ഫോൾഡ് ചെയ്തു. ഓപ്പോസിറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യണം. ഒരു പ്രാവശ്യം ഇങ്ങോട്ടേക്ക് മടക്കൽ, നെക്സ്റ്റ് പ്രാവശ്യം ഓപ്പോസിറ്റ് സൈഡിലോട്ട് മടക്കണം. ഓക്കെ, ഇതേപോലെ ഇങ്ങനെ മടക്കി എടുത്തിട്ട് നമുക്ക് ഇതിനെ മടക്കണം. മടക്കിയിട്ട് ഇതിന്റെ സെന്ററുകൾ തമ്മിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിന് നമുക്ക് ഗമ്മ് തേക്കാം. എന്നിട്ട് അതങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത്തിരി അധികമായിപ്പോയി, അത് തോണ്ടിയെടുത്തു. നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരെണ്ണം. അപ്പൊ ഓറഞ്ച് കളർ റെഡിയായി. നെക്സ്റ്റ് നമുക്ക് യെല്ലോ ഞാൻ ഉണ്ടാക്കി വെച്ചായിരുന്നു. നമുക്ക് അതിലും ഗം തേച്ച് കൊടുക്കാം. നമുക്കതും കൂടെ പ്രസ് ചെയ്ത് ഒട്ടിച്ചു വെക്കാം. അപ്പൊ നമ്മുടെ യെല്ലോ കളറും റെഡിയായി. ഓക്കെ, അപ്പൊ റെഡും യെല്ലോയും ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ബ്ലൂ കളർ ചെയ്യാട്ടോ. ബ്ലൂ കളറിനും അതേപോലെ തന്നെ പേപ്പറൊക്കെ എടുത്തു. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അത്രയും പേപ്പർ നമുക്ക് വേണ്ട. അപ്പൊ നമ്മളിത് കട്ട് ചെയ്തൊരു ചെറിയ പീസാക്കി എടുത്തു. നമ്മൾ ആദ്യം പറഞ്ഞു വന്ന എന്താ, ഈ KG സെക്ഷനിലെ കുട്ടികൾക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ വർക്ക് കൊടുത്തുവിട്ടാൽ അത് ആർക്കുള്ള ജോലിയാണ്? പേരൻസിനുള്ള ജോലിയാണ്. പേരൻസ് ഒരു പണിയില്ലാണ്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുവാണല്ലോ അല്ലേ? ഓക്കെ, ഇതും ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് മടക്കി എടുക്കുക. ഓക്കെ, അത് അവിടെ ഇരുന്ന് മടക്കട്ടെ. അതിനു മുന്നേ നമുക്ക് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പറയാം. നിങ്ങളുടെ സ്കൂളുകളിലും ഇങ്ങനെ റെയിൻബോ കളേഴ്സിന്റെ ഡേ ഒക്കെ ഉണ്ടാവാറുണ്ടോ? ഞങ്ങളുടെ സ്കൂളുകളിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. റെഡ് കളർ ഡേ, യെല്ലോ കളർ ഡേ, ബ്ലൂ കളർ ഡേ, റെയിൻബോ കളർ ഡേ. പിന്നെ എന്താ ചെയ്യാ, സ്കൂളുകാരുടെ ഓരോരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ. അപ്പൊ നമ്മളിത് 3 കളേഴ്സ് ഉണ്ടാക്കിയെടുത്തു. എനിക്ക് ഇതിൽ കൂടുതൽ കളേഴ്സ് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എടുത്തേക്കുന്ന ബേസിൽ ഇത്രയും വെക്കാനുള്ള സ്പേസ് നമുക്കുള്ളൂ. അപ്പൊ നമ്മള് ഒരു ബ്ലൂ കളർ സ്കെച്ച് പെൻ എടുത്തിട്ട് നമ്മള് ഈ റെയിൻ ഡ്രോപ്സ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചുമ്മാ നമ്മളിങ്ങനെ ഡോട്ടിട്ട് പോകുന്നതല്ല, അതിനൊരു ഷേപ്പ് ഒക്കെ ഉണ്ട്. മഴത്തുള്ളിയുടെ ഷേപ്പില്ലേ, ആ ഷേപ്പിലാണ് വരച്ചു കൊടുക്കുന്നത്. അതിനിങ്ങനെ ഓർഡർ ഒന്നുമില്ല കേട്ടോ, ചുമ്മാ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കുന്നേ. നല്ല രസമല്ലേ, കുത്ത് 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 ഇങ്ങനെ ഇട്ട് പോകാന്. അതാണ് ഏറ്റവും സിമ്പിളായ ജോലി. നമ്മളിങ്ങനെ ഇട്ടിട്ട് ഏകദേശം തീർന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ബേസ് റെഡി. നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സാധന സാമഗ്രികളെല്ലാം ഇതിലോട്ട് എന്ത് ചെയ്ത് കൊടുക്കണം? പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് റെഡ് സെന്ററിൽ വെക്കാന്ന് വിചാരിച്ചു. പിന്നെ വെക്കുമ്പോൾ ശരിയാവില്ല, യെല്ലോക്ക് ഇത്തിരി സൈസ് കൂടുതൽ. എന്നാൽ പിന്നെ യെല്ലോ തന്നെ സെന്ററിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി നമുക്കിത് ഗം വെച്ചിട്ട് അങ്ങ് തേച്ച് കൊടുത്ത് ഒട്ടിച്ചു വെക്കാം. നടുക്ക് തേക്കണം എന്നൊന്നുമില്ല കേട്ടോ, സൈഡിൽ തേച്ചിട്ട് അതങ്ങോട്ട് ഇത്തിരി അകത്തി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മള് ബാക്കിയുള്ള 2 പേരെയും കൂടി ഒട്ടിച്ചു കൊടുക്കും. ഓക്കെ, ഇവിടെ ഇരിക്കട മോനെ. ലാസ്റ്റ് വൺ നമ്മുടെ ബ്ലൂ ഉണ്ട്. ബ്ലൂവിനെ നമ്മള് ഒട്ടിച്ചു കൊടുത്തു. ഫിനിഷ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ കണ്ടുകൊടുക. സ്കെച്ച് പെൻ എടുക്കുക. ഇതിന് എന്ത് കൊടുക്കണം? അതിനൊരു കാലും കൂടി വെച്ചു കൊടുക്കണം. ഇങ്ങനെ കൊടയിൽ പിടിക്കുന്ന കാലില്ലേ, അത് തന്നെ. അല്ലെങ്കിൽ ഇത് കൊടയായിട്ട് തോന്നും, അല്ലെങ്കിൽ ഇത് എന്തായിട്ട് തോന്നും? വിശറിയായിട്ട് തോന്നും.
അപ്പൊ നമ്മള് ബ്ലൂവിന് റെഡ് കളർ കൊണ്ട് ഒരു കാല് വരച്ചു. യെല്ലോയ്ക്ക് നമ്മൾ ഗ്രീൻ കളറാണ് കേട്ടോ കൊടുത്തത്. അടുത്തത് ഓറഞ്ചിന് നമുക്ക് ഏതായത് ഇത് വയലറ്റ് കളറാണ് കേട്ടോ. വയലറ്റ് കളറ് എല്ലാം കൊടുത്തത്. ഇപ്പൊ ഒരു ചന്തമൊക്കെ തോന്നുന്നില്ലേ? ഇല്ലേ? എനിക്കിഷ്ടായി. നിങ്ങൾക്ക് ഇഷ്ടായോ? നമുക്ക് ചുമ്മാ ഗ്രാസ് അങ്ങോട്ട് വരച്ചെടുക്കാന്നേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗ്രാസ് ആണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത് ഊടായ്പിൽ ഒപ്പിക്കണേണെന്ന്. എവിടുന്ന് ഞാൻ എത്ര റിസ്ക് എടുത്തിട്ട് അതൊക്കെ വരയ്ക്കുന്നതെന്ന് അറിയാവോ? അപ്പൊ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ബൈ.